ചക്കക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചക്ക കൂട്ടാനും ചക്ക ഉപ്പേരിയും കഴിച്ച് മടുത്തു എന്ന് പറയുന്നവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് പറയൂ, വെറുപ്പിനൊടുവിൽ കുട്ടിശങ്കരനോട് നിങ്ങൾക്ക് സ്നേഹമായില്ലേ എന്ന്. സംഭവം വേറെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. സൗത്ത് നോർത്തൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം ചക്ക ചപ്പാത്തിയും പൂരിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ഇതിനെ ഒരു 10-12 ചുള എടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, അത് നിറഞ്ഞ് കിട്ടാനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അത് അരച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യമായിട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനങ്ങനെ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്തത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി ചേർക്കുക. ഗോതമ്പ് പൊടിയും മൈദയോ നിങ്ങളുടെ ചോയ്സിനനുസരിച്ച്. ഗോതമ്പ് പൊടി ആകുമ്പോൾ കുറച്ചുകൂടെ ഹെൽത്തി ആയല്ലോ. ഇനി അതിലേക്ക് കുറച്ച് കായപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും അവനവൻ്റെ ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഓപ്ഷനാണ്, എന്നാലും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എനിക്കതിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒന്ന് തൂവി വീണ്ടും ഒന്ന് കുഴച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, കുഴപ്പമൊന്നുമില്ല. പൂരി ഉണ്ടാക്കാനുള്ള വലിപ്പത്തിനുള്ള ഉരുള ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറയണ്ട, ചെറിയൊരു തിക്നെസ് തന്നെ പൂരിയല്ലേ. അപ്പോൾ നമുക്ക് ചെറിയ തിക്നെസ് തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നാൽ 2 സൈഡിൽ ഇതുപോലെ ഇങ്ങനെ തട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്. നല്ല ഇതാണ്, സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമുക്കിങ്ങനെ കിട്ടുന്നത്. അപ്പം പൂരി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒന്നാമത്തെ പൂരി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്കാം അല്ലേ. ഇതുപോലെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പരത്തിയെടുക്കുക. ചൂടായ തട്ടിലേക്ക് ചപ്പാത്തി ഇടുക. 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ കുറച്ച് നെയ്യ് അപ്ലൈ ചെയ്യാം. നെയ്യ് തടവി കൊടുക്കുക. നെയ്യാകുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നെയ്യോ എണ്ണയോ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നെയ്യും കൂടെ ചേർത്തിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. നെയ്യൊക്കെ ചേർത്തപ്പോൾ തന്നെ ഇങ്ങനെ നല്ല ഫ്ലഫി ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വളരെ സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. വളരെ സോഫ്റ്റായിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും പൂരിയും ഇവിടെ റെഡിയാണ്. ഇപ്പോൾ നമുക്കിന്ന് കഴിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചക്ക കൂട്ടാൻ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തിനാണ് വെറുതെ ചക്ക കൂട്ടാനായിട്ട് പുള്ളിനെ ഒഴിച്ച് നിർത്തണ്ടല്ലോ അല്ലേ. അപ്പോൾ ചക്ക കൂട്ടാനും കൂട്ടിയിട്ട് നമുക്ക് ചക്ക ചപ്പാത്തിയും ചക്ക പൂരിയും കഴിക്കാം. വളരെ സോഫ്റ്റാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. വളരെ സോഫ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പൂരിയും നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, പൂരിയും വളരെ സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റായിട്ടുള്ളതാണ്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്